സമഗ്ര നെൽകൃഷി വികസന പരിപാടിയെയും പഞ്ചായത്തിൽ രൂപീകരിച്ചിരിക്കുന്ന തൊഴിൽ സേനയെയും ക്രിയാത്മകമായി ഉപയോഗിച്ചാണ് നെൽകൃഷി രംഗത്ത് പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചത്. സമഗ്ര നെൽകൃഷി വികസന പരിപാടി പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുനർരൂപകൽപ്പന ചെയ്താണ് നടപ്പിലാക്കിയിരിക്കുന്നത്. സമഗ്ര നെൽകൃഷി വികസന പരിപാടി കിഴുവിലത്തെത്തുമ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ വരും. ഇവിടെ കൃഷിക്കാർക്ക് നെൽവിത്തിനു പകരം സൗജന്യമായി നൽകുന്നത് ഞാറാണ്. ഇങ്ങനെ വിത്തിനു പകരം ഞാറ് നൽകുന്നതുകൊണ്ട് മുഴുവൻ പാടശേഖരങ്ങളിലും ഒരേ ഇനം വിത്ത് ഒരേ കാലയളവിൽ വിളയിക്കാൻ കഴിയുന്നു. കൂട്ടുകൃഷി മാത്രമല്ല ഇതിലൂടെ സാധ്യമാകുന്നത്, ശാസ്ത്രീയമായ വളപ്രയോഗവും അതുവഴി ഉൽപാദന ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. ഹെക്ടറിന് 2400 രൂപ കൃഷി ചെലവിന് നൽകുന്നതിന് പകരം ഇവിടെ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി വരമ്പുകൾ വെട്ടി ബലപ്പെടുത്തി നൽകുകയാണ്. ഈ പ്രവൃത്തിയുടെ മൂല്യം പഞ്ചായത്ത് കണക്കാക്കുന്നത് 5000 മുതൽ 6000 രൂപ വരെയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കർഷകർക്കുള്ള അധിക സബ്സിഡിക്ക് തുല്യമാണ്. കിഴുവിലം പഞ്ചായത്തിലെ തൊഴിൽ സേനയിലെ അംഗങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. 75ഓളം പേരാണ് ഈ സേനയിൽ അംഗങ്ങളായുള്ളത്. കാർഷിക ജോലിക്ക് ആവശ്യമായ ആളുകളെ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു തൊഴിൽ സേന ആരംഭിച്ചത്. രണ്ട് തരത്തിലാണ് തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്നത്. ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കേജ് എന്ന് പറയും, അതെന്ന് പറഞ്ഞാൽ ഞാറ് മുതൽ കൊയ്ത്ത് വരെ ആ രീതിയിൽ ഒരെണ്ണം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനവർ ലേബർ ബാങ്കിന് ഒരു തുക അവർ നമ്മൾ നിശ്ചയിച്ചാൽ ആ തുക ഇവിടെ അടച്ചാൽ മതിയാകും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തന്നെ 3-4 തൊഴിലുകളുണ്ട്. അതിൽ ഏത് പണിയാണ് ആവശ്യം അതും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നടിയിൽ മാത്രം മതിയെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ചിലർക്ക് കൊയ്ത്ത് മാത്രം മതിയെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാർഷിക ജോലിക്ക് തൊഴിലാളികളെ ലഭ്യമാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തിൽ നിന്നെല്ലാം തൊഴിൽ സേന ഒരുപാട് ദൂരം മുന്നേറിക്കഴിഞ്ഞു. പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞാറുൽപാദനം ഏറ്റെടുത്തു നടത്തുന്ന ഏജൻസിയായി പ്രവർത്തിച്ചു വരികയാണിപ്പോൾ. 8 ഹെക്ടറോളം തരിശുഭൂമിയിൽ തൊഴിൽ സേന നേരിട്ട് കൃഷി ഇറക്കി. ഇതാണ് തൊഴിൽ സേനയുടെ മെതിയന്ത്രം. ട്രാക്ടറും ട്രില്ലറും കൊയ്ത്ത് യന്ത്രവും ഒക്കെയായി തൊഴിൽ സേനയ്ക്ക് 30 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളുണ്ട്. ലേബർ ബാങ്ക് അംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലും അംഗങ്ങളാണ്. 100 ദിവസം തൊഴിലുറപ്പ് പദ്ധതി വഴിയും 150 ദിവസത്തിലധികം ലേബർ ബാങ്ക് വഴിയും തൊഴിൽ ചെയ്യുന്നതിലൂടെ അവർക്ക് സ്ഥിര വരുമാനവും ഉറപ്പുവരുത്തുന്നു. തൊഴിൽ സേനയിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞ ഓണക്കാലത്ത് ബോണസ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടി തൊഴിൽ സേന കാർഷിക അനുബന്ധ മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കിഴുവിലം പഞ്ചായത്തിലെ തൊഴിൽ സേനയുടെ കൂൺ വിത്തുൽപാദന കേന്ദ്രം. നെൽകൃഷിയിൽ മാത്രമല്ല, പച്ചക്കറി ഉൽപാദനത്തിലും മത്സ്യകൃഷിയിലും ഇവിടുത്തെ തൊഴിൽ സേന പ്രവർത്തിക്കുന്നു. കാർഷിക മേഖലയിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ഉത്സാഹം വീണ്ടെടുക്കാൻ പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 25 ഹെക്ടറോളം തരിശു നിലമാണ് പഞ്ചായത്തിന് കൃഷിയോഗ്യമാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഈ പാടശേഖരങ്ങളിൽ നിന്നുള്ള നെല്ലിന്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 4000 ടൺ വരെയായി വർദ്ധിപ്പിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞു. ഇവരുടെ തൊഴിൽ സേനയെക്കുറിച്ചും മറ്റ് വികസന പദ്ധതികളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ജഡ്ജസിന് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കണ്ണമാഷേ, കിഴുവിലം പഞ്ചായത്തിൻ്റെ തൊഴിൽ ബാങ്ക് എന്നിട്ടുള്ളൊരാശയം അതിപ്പോൾ വേറെ ചുരുക്കം ചില പഞ്ചായത്തുകളിൽ കൂടെ അത് നടപ്പാക്കിയിട്ടുണ്ട്. അതാണിപ്പോൾ വളരെ ഞങ്ങൾക്ക് ഇത് നൂതനമായിട്ടുള്ള തോന്നിയ ഒരു കാര്യം. മറ്റേ അതുമായിട്ട് ബന്ധപ്പെട്ട കൃഷി വികസനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാർഷിക അനുബന്ധ മേഖലയിൽ കൂടെ അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കണ്ടു. ഈ തൊഴിൽ ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ളത്? തൊഴിൽ ബാങ്ക് രൂപീകരിക്കുന്നതിനുണ്ടായിട്ടുള്ള പ്രേരക ശക്തി കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നതിന് ആളുകൾ കിട്ടാനില്ല എന്നുള്ള ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ യന്ത്രവൽക്കരണമാണ് പലരും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് ബോധപൂർവം സമ്പൂർണ്ണ യന്ത്രവൽക്കരണം വേണ്ട എന്ന് തീരുമാനിച്ചു. പകരം കർഷക തൊഴിലാളികളെയും യന്ത്രങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക ബാങ്കിന് രൂപം നൽകണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു.
അതിന് പുതിയ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് ഈ കാർഷിക പണികൾ കൂടുതൽ ആകർഷകമാക്കുന്നതിന് തീരുമാനിച്ചു. അത് 2 തരത്തിലാണ്. ഒന്ന്, കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട്; 2, ആയാസരഹിതമായി പണിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ പണിക്കൊരു അന്തസ് ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട്. 75 ആളുകൾ ഈ തൊഴിൽ സേനയിൽ അംഗമായിട്ടുണ്ട്. അവർക്ക് സ്ഥിര വരുമാനം ഏതാണ്ട് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 1.5 വർഷത്തിനകത്ത് മാത്രമേ ആയിട്ടുള്ളൂ. 1.5 വർഷമായിട്ടുള്ളൂ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരാൾക്ക് ഒരു മാസത്തിൽ ശരാശരി എന്ത് വരുമാനം ഉണ്ടാവും? ഞങ്ങൾ കഴിഞ്ഞ ഈ 2009-10 വർഷത്തെ കണക്കെടുത്ത് നോക്കി. ഏപ്രിൽ മാസം മുതൽ ജനുവരി മാസം വരെ അവർക്ക് 45 ദിവസത്തെ ജോലി നൽകാൻ സാധിച്ചിട്ടുണ്ട്. 600 മുതൽ 2000 രൂപ വരെ പ്രതിമാസം കൂലി ഇനത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പോരാ അല്ലേ? പോരാ, അത് പോരാ. അത് യഥാർത്ഥത്തിൽ 150 ദിവസമാണ് നമ്മൾ വിഭാവനം ചെയ്തത്. ഈ വർഷം 150 ദിവസം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു 100 ദിവസം കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം നിമിത്തം നമുക്ക് പച്ചക്കറി കൃഷിയിലേക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. നെൽകൃഷിയിൽ പൂർണ്ണമായും നെൽകൃഷിയിൽ മാത്രമായിട്ടാണ് നമ്മൾ ഈ 45 ദിവസത്തെ. പഞ്ചായത്തിൽ ആകെ കൃഷി യോഗ്യമായിട്ടുള്ള എത്ര സ്ഥലമുണ്ടെന്ന് അറിയാമോ? 150 ഹെക്ടർ ഉണ്ട്. 150 ഹെക്ടർ. അപ്പോൾ ഈ 150 ഹെക്ടറിൽ വരുന്ന തൊഴിൽ ഡിമാൻഡ് അനുസരിച്ച് ഇവർക്ക് റെഗുലറായിട്ട് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. 2 സീസണിലാണ് കൃഷി നടക്കുന്നത്. അതുകൂടാതെ പച്ചക്കറി കൃഷിയിലേക്കും പോണം. 2 ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞ ഡിസംബർ. നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് ചെയ്തു? അത് ലേബർ ബാങ്ക് തന്നെ എടുത്ത് ലേബർ ബാങ്കിന് സ്വയം ചെയ്യുകയാണ്. ഇപ്പോൾ 15 ഏക്കറിൽ നെൽകൃഷി ചെയ്തു. ലേബർ ബാങ്ക് നേരിട്ട് ചെയ്തു. 15 ടൺ വിത്ത് ഉൽപ്പാദിപ്പിച്ചു, നെൽവിത്ത്. അപ്പോൾ അത് അവരുടെ അടുത്ത് നിന്ന് പിന്നെ ഭൂമി ഒരുതരം പാട്ടവ്യവസ്ഥയിൽ വാങ്ങി. എന്താണ് എത്ര അവർക്ക് കൊടുക്കണം ഭൂവുടമയ്ക്ക്? ഭൂവുടമയ്ക്ക് സെന്റിന് 10 രൂപ. സെന്റിന് 10 രൂപ ഒരു വർഷം. അപ്പോൾ 100 സെന്റ് 1000 രൂപ കൊടുത്താൽ മതി. ഒരു വർഷം 1000 രൂപ കൊടുത്താൽ മതി. അത് കുഴപ്പമില്ല. NREകൾ കൂടുതലുള്ളൊരു പഞ്ചായത്താണല്ലോ. അപ്പോൾ ഇതിൽ യുവജനങ്ങളുടെ താല്പര്യം എന്താണ്? കൃഷിയിലേക്ക് വരാനാണോ, വേറെ എന്തെങ്കിലും തൊഴിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ? യുവജനങ്ങളിൽ പുരുഷന്മാർ ഈ രംഗത്ത് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. കൂടുതലും ഗൾഫിൽ പോകുന്നതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. സ്ത്രീകളിൽ കുറേ അധികം ആളുകൾ, ചെറുപ്പക്കാരും ഈ മേഖലയിലേക്ക് വരുന്നതിന് താല്പര്യം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തൊഴിലുറപ്പ് പദ്ധതി വന്നതിന് ശേഷം. 72 പേരും സ്ത്രീകളാണോ? അതിൽ 4 പേര് മാത്രമേ പുരുഷന്മാരുള്ളൂ. ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. ഏത് ഏജ് പ്രായം ഒരു 35 മുതൽ 50 വരെ. ഈ ഒരേ ഇനം വിത്ത് ഇറക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക കീട അറ്റാക്ക് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം വിള നശിച്ചു പോയാൽ അതിനെതിരായിട്ട് എന്തെങ്കിലും ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഉണ്ടോ? ഈ 2ാം വിള മുതൽ ജില്ലാ പഞ്ചായത്ത് ഇൻഷുറൻസ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പല അവരുടേതായ തന്നെ പ്രീമിയം അടച്ചതായിട്ടാണ് കൃഷിഭവന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാർഷിക സർവകലാശാല കൃഷി ഡിപ്പാർട്ട്മെന്റ് അവരുടെ എന്തെങ്കിലും സഹായം നിങ്ങളുടെ കൃഷിക്ക് സാങ്കേതികമായിട്ടുള്ള അറിവ് തരുന്നതിനോ എന്തെങ്കിലും? സർവകലാശാലയായിട്ട് നേരിട്ട് നമുക്ക് ഇതുവരെയും ബന്ധങ്ങളൊന്നുമില്ല. എങ്കിലും കൃഷിഭവനുമായിട്ട് നിരന്തരം നമ്മളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറയാറുണ്ട്. അവരൊന്ന് നമ്മുടെ സൈറ്റ് സന്ദർശിക്കാറുണ്ട്. വേണ്ട നിർദ്ദേശങ്ങളും സർക്കാരിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ് അതൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. കിഴുവലത്ത് ചെയ്യുന്നത് പോലെ ഞാറ് ആയിട്ട് നടുന്നത്, അത് സ്പേസിങ് കൂട്ടി ഒറ്റ ഞാർ രീതി എന്ന് പറയുന്നത്, ഇതെല്ലാം ഈ ഗാലസ പദ്ധതിയിൽ പറയുന്നതാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രചരിപ്പിക്കുന്ന ഒരേ തരം വിത്ത് നടുക. അത് വിപണന സമയത്ത് അത് വളരെ സഹായകരമാണ്. ഒന്നിച്ച് കൊയ്ത് എടുക്കുന്നതിന് ഒരേ സമയം അത് യന്ത്രം ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇതെല്ലാം ഈ ഗാലസ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങൾ അഗ്രികൾച്ചർ ഓഫീസർ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്, സംശയമില്ല. എങ്കിലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായിട്ടും കൂടി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. ഈ ലേബർ ബാങ്കും വളരെ നല്ല ഒരു ആശയമാണ്. പല പഞ്ചായത്തിലും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നിങ്ങൾക്ക് 75 പേരെയാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കർഷക തൊഴിലാളികൾ പഞ്ചായത്തിൽ ഉണ്ടാകും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച